ഹൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡിങ് റെസിപ്പിയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈസി ഫുഡിങ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ പാത്രത്തിൽ കുറച്ച് നെയ്യൊന്ന് തടവിട്ട് വെക്കുന്നുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലോട്ട് 1 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1.5 സ്പൂണ് പഞ്ചസാര, 1 ഗ്ലാസ് പാല്. നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് ഇത് റെഡിയാക്കാം. അപ്പം ഞാനിപ്പോൾ തീ കത്തിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ നമ്മൾ കുറച്ചാണ് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കുറുകിപ്പോവും. ഇതൊന്ന് വെന്ത് വരാൻ കുറച്ച് സമയം വേണം. അപ്പം നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ആക്കുക. അപ്പം നമ്മളൊരു 5 മിനിറ്റ് അങ്ങനെ ആക്കുമ്പോൾ ഇതൊന്ന് കുറുകി വരും. അപ്പം നമുക്ക് ഇത്തിരി പുഡിംഗ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മഞ്ഞ കളറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവം വരും, കുറച്ച് കട്ടിയായിട്ടുള്ള. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. നമുക്ക് തീയൊക്കെ ഓഫാക്കിയ ശേഷം നമ്മൾ നേരത്തെ നെയ്യ് തടവി വെച്ച പാത്രത്തിലോട്ട് നമുക്ക് കുറേശ്ശെ കോരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് കറക്റ്റാക്കി കൊടുക്കാം. ഇനി നമ്മൾ 1 മണിക്കൂറൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. അതിനുശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് ഒന്ന് ഇത് കമത്തിയെടുക്കുക. നമ്മുടെ ഈസി ആയിട്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള പുഡിംഗ് റെസിപ്പി കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ താങ്ക് യു.